ഞാൻ ഫൗസിയ മുസ്തഫ. ഞാൻ ഉണ്ടാക്കുന്നത് കടൽക്കൂട്ട് കാന്താരി ദം ബിരിയാണിയാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. നെയ്യും വെളിച്ചെണ്ണയും ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള നല്ല ഗോൾഡൻ നിറമായിട്ട് കിട്ടണം, അതുവരെ നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം. നല്ല പൊരിച്ച കോഴിയുടെ മണം. ഇത് മണമല്ലേ? ഫൗസിയ, അതെ, ഫൗസിയ ഫ്രം ആലപ്പി. അതെ, പക്ഷേ ഇവിടെ ആടിപ്പൊളി മണമല്ലേ, രക്ഷയില്ല. എന്ത് ബിരിയാണിയാണ് പ്ലാൻ? കടൽക്കൂട്ട് കാന്താരി ദം ബിരിയാണി. കടൽക്കൂട്ട് കാന്താരി ദം ബിരിയാണി. പലതരത്തിലുള്ള കടലിലും ഫിഷുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചേച്ചി പറഞ്ഞ സീ ഫുഡ്. നെയ്മീനുണ്ട്, കല്ലുമ്മക്കായ ഉണ്ട്, ചെമ്മീനുണ്ട്, ഞണ്ടുണ്ട്, കൂന്തലുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നായിരിക്കും അല്ലേ? പീസൊക്കെ അതെ, കട്ട് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ കാണുന്നില്ലല്ലോ. ഞണ്ട് ദേ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൈമ റൈസ് ഞാൻ ഒരു 3/4 കിലോളം എടുത്തിട്ടുണ്ട്. അതെ, കാന്താരിയാണ് ഇതിന്റെ. പിന്നെ ചെറിയ ഉള്ളിയും കാന്താരിയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്. അതിൽ ആ ഒരു മസാല നമ്മൾ ഒരൽപ്പം ഇതിലും ഇട്ട് കൊടുക്കുന്നു. ഏത് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ കോഴിക്കോട് തലശ്ശേരി അതാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. കാന്താരി ബിരിയാണി, സീ ഫുഡ്, അപ്പോൾ എല്ലാം കഴിക്കാം അല്ലേ? ഓക്കെ, അതെ. സവാള നല്ല ഗോൾഡൻ കളറായിട്ട് നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നട്ട്സ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം. ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കിസ്മിസ് കൂടിയിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ നേരത്തെ മാരിനേറ്റ് വെച്ചിരിക്കുന്ന ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നെയ്മീൻ ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും ഞണ്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കൂന്തൽ കൂടി ചേർത്ത് കൊടുത്തേക്കാം. ഈ ഒരു മസാല മതിയാകും ഇതിനും കൂടി. ഇതിന് നമുക്ക് കുറച്ച് മസാല മതി. ഇതിൻ്റെ അകത്ത് നമ്മളിനി വേറെ മസാലകളൊക്കെ ചേർക്കുമ്പോൾ എരിവും പുളിയും ഉപ്പും എല്ലാം കിട്ടിക്കോളും. നമ്മുടെ ചെമ്മീനും ഞണ്ടും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കല്ലുമ്മക്കായും സ്ക്വിഡും കൂടിയിട്ടിട്ട് ഒന്ന് പതുക്കെ ഒരുപാട് കരിഞ്ഞു പോകാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഗ്രേവിയിലിട്ട് ഇതൊന്നും കൂടിയൊക്കെ വേവിച്ചെടുക്കുന്നതാണ്, അതനുസരിച്ചിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 1/2 വേവ് മതിയാവും. ഇത് നമുക്ക് ഇനി ഇതിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു പാത്രം മാറ്റിയിട്ട് നമുക്കൊന്ന് മസാല റെഡിയാക്കാനുള്ള പാത്രം എടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. പകുതി സവാളകളും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കാന്താരി മുളക് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മീൻ കൊണ്ടുള്ള ബിരിയാണി ആകുമ്പോൾ ചെറിയ ഉള്ളി നല്ല ടേസ്റ്റ് കൂട്ടി കിട്ടും. നമുക്ക് ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. നമ്മുടെ സവാളയും മസാലകളും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഹായ്, നമ്മുടെ കൂന്തലും ചെമ്മീനും ഇതൊക്കെ നമ്മൾ ഹാഫായിട്ടൊന്ന് ഫ്രൈ ചെയ്ത്, എന്ന് വെച്ചാൽ ഇതിനൊക്കെ വേവ് കുറവാണല്ലോ. അപ്പം പിന്നെ കുറച്ച് ഹാഫായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി മസാലകളൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. മലബാർ സ്റ്റൈൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതെ, അടിപൊളി. അപ്പോൾ വെരി എക്സ്പീരിയൻസ്ഡ്. താങ്ക് യു. ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ കണവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ക്യുഡ്, കല്ലുമ്മക്ക ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സൂപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു സൂപ്പിലാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത്. ഇതിൻ്റെ സൂപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലമാണ്. ഒരു ഇച്ചിരി സവാള ഇട്ട് കൊടുക്കാം.
നമ്മൾ കുതിർത്ത് വെച്ച അരിയാണ്. ഈ ഒരു കപ്പിന് 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നേരത്തെ കഴുകി വാരി വെച്ചതാണ്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്റ്റോക്ക് ഉൾപ്പെടെ ഇതിലേക്ക് ഒരു 3.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതൊരു 3/4 വേവാവുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ അടിക്കണ്ട. അടിക്കുന്നതിന് മുമ്പ് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ നന്നായിട്ട് ദമ്മായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കടൽക്കൂട്ട് കാന്താരി ദം ബിരിയാണി തയ്യാറായിട്ടുണ്ട്.